ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആഘോഷമാക്കി മീനങ്ങാടിയിലെ രാഷ്ട്രീയ പ്രവർത്തകർ. രാവിലെ മുതൽ മുഴുവൻ വോട്ടർമാരെയും പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നതിനുള്ള തിരക്കിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ. മീനങ്ങാടിയിലെയും പരിസരത്തെയും മിക്കവാറും എല്ലാ ബൂത്തുകളിലും രാവിലെ മുതൽ വോട്ട് ചെയ്യാൻ എത്തിയവരെ കൊണ്ട് നിറയുന്ന കാഴ്ചയായിരുന്നു. കനത്ത ചൂടിനെ അവഗണിച്ചും വയോധികരായ വോട്ടർമാരടക്കം അവരവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി ഏറെ ഉത്സാഹത്തോടെ എത്തുന്ന കാഴ്ചയായിരുന്നു മീനങ്ങാടിയിൽ കാണാനായത്. അതിനിടെ കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 76-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് ഏകദേശം 1 മണിക്കൂർ വൈകിയാണ് പോളിംഗ് തുടങ്ങിയത്. വോട്ടിംഗ് മെഷീനിലെ തകരാർ പരിഹരിച്ച പോളിംഗ് ആരംഭിച്ചപ്പോഴേക്കും സ്കൂളിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആവുകയും ചെയ്തു. മൈലമ്പാടി ANM UP സ്കൂളിൽ താമര ചിഹ്നം മാത്രം വോട്ടിംഗ് മെഷീനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുവെന്ന പരാതിയുമായി രാവിലെ തന്നെ LDF UDF അംഗങ്ങൾ രംഗത്തെത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയം ഉന്നതാധികാരികളിലേക്ക് എത്തിച്ചതായി പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് വന്നിരിക്കുന്നത് ബാലറ്റ് പേപ്പറിൽ ചില ചിഹ്നങ്ങൾ ചെറുതും ചില ചിഹ്നങ്ങൾ വലുതുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ താമര ചിഹ്നമാണ് വലിയ ബോക്സ് കളർ ഫുള്ളായിട്ടുള്ളതും മറ്റ് അരിവാൾ നിൽക്കുന്നതിൻ്റെ ചിഹ്നം ചെറുതായിട്ടും ഇലക്ഷൻ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞുകൊടുത്തോളം വയനാട് ജില്ലയിൽ മുഴുവനായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഇതേ രൂപത്തിലാണ് ബാലറ്റ് വന്നിരിക്കുന്നത്. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിലെ 146, 147 ബൂത്തുകളിലെ വോട്ടിംഗ് മന്ദഗതിയിലാണ് നടക്കുന്നതെന്ന ആരോപണവുമായി വോട്ടർമാരും വിവിധ പാർട്ടി പ്രതിനിധികളും രാവിലെ തന്നെ രംഗത്തെത്തിയിരുന്നു. രാവിലെ കൃത്യസമയത്ത് ആരംഭിച്ച പോളിംഗ് ഏറെ സമാധാനപരമായാണ് മീനങ്ങാടിയിൽ പുരോഗമിച്ചത്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.